ഓണമായിട്ടൊരു കായ കൊണ്ട് തരാൻ പാടില്ലേ? തന്നില്ല, ഒന്നും തരില്ല. ഹായ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും അല്ലേ? നമുക്കിത് വലിയതായിട്ടുള്ളൊരു പരിപാടി ഒന്നുമില്ല, അതൊന്നും കൊണ്ടല്ല. നമ്മൾ മൂന്നാളേ ഉള്ളൂ ഇന്ന് ഈ പ്രാവശ്യം. അപ്പൊ അത് കാരണം നമ്മൾ വിചാരിച്ചു ഒരുപാട് ഓണായിട്ട് അങ്ങനെ ഇതായിട്ടൊന്നും ആഘോഷിക്കുന്നത് തൽക്കാലം നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി. അതാണ് നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണം. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും അതെ പൂക്കളൊക്കെ ഇട്ട് കൊച്ചുങ്ങളെല്ലായിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുകയായിരിക്കും അല്ലേ? എന്തായാലും നടക്കട്ടെ. നല്ല പനിയായിരുന്നു, അതുകൊണ്ടായിരുന്നു നല്ല ചുമയാ. പനി മാറിയിട്ട് ഇപ്പൊ ഒരു മാസമായി തോന്നുന്നുണ്ട്. ചുമ പറയുന്നില്ല. അതൊന്നും ചുമ പറയുന്നില്ല. അച്ഛൻ പിന്നെ ഇതേ ഓണക്കൊടിയൊക്കെ എടുത്ത് നല്ലോണം തേച്ച് വെച്ചിട്ട് കുറെ അച്ഛൻ ഒരു മുണ്ടൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മളെ ഓണം. പിന്നെ വേറെ എന്താ, പിന്നെ എന്താ, അതെ ഈ ഓണത്തിന് പിന്നെ അതെ എല്ലാവരും നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടാ. എല്ലാവരും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ. ഞങ്ങളുടെ വീഡിയോ ഒരുപാട് നല്ലതല്ല നമുക്കറിയാം. കാരണം എന്താണെന്ന് അറിയാം, നമ്മളൊന്നും കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടിടുന്നതല്ല. കാരണം ഒന്ന് അതുകൊണ്ട് എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ അറിയില്ല ശരിക്കും പറഞ്ഞാൽ മൊബൈലിനകത്ത് കൂടുതൽ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ എങ്ങനെയാണ് വീഡിയോ എടുക്കേണ്ടതെന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയില്ല. പിന്നെ അങ്ങനെ അറിയുന്നതൊക്കെ നമ്മൾ എടുത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് പിന്നെ ഒരുപാട് സൗകര്യങ്ങളും അങ്ങനെ ഇല്ല. അങ്ങനെ ഒരുപാട് ഇതായിട്ട് നിന്ന് ചെയ്യാനായിട്ട് നമ്മൾ വാടക വീട്ടിലാണ്. അപ്പൊ അതേപോലെ തന്നെ വീട്ടിന്റെ മുകളിലാണ് താമസിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചുരുങ്ങിയ ഒരു സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ നമുക്ക്. അപ്പൊ ആ ചുരുങ്ങിയ സൗകര്യങ്ങളിൽ മാത്രമാണ് നമ്മൾ വീഡിയോസ് എടുക്കുന്നത്. കുറച്ച് പിന്നെ അത്രേ ഉള്ളൂ, എടുക്കാനായിട്ടൊന്നും ഇല്ല. സത്യം എന്തെങ്കിലും ഇതാവണ്ടേ, നമുക്ക് മൂന്നേരിക്കും അങ്ങനെ കൂടുതൽ കാര്യങ്ങൾ അറിയാത്തതുകൊണ്ടാണ്. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ക്രമേണ നമ്മളും ചിലപ്പോൾ നല്ലൊരു വീഡിയോസ് ഒക്കെ ഇടാൻ പറ്റുമായിരിക്കും. പിന്നെ വേറെ എന്താ ഒന്നും പറയാനില്ല. എല്ലാവരും നമുക്കൊന്ന് കമൻ്റൊക്കെ ഇടണം കേട്ടോ. അതുപോലെ എന്താ പറയുക, നമ്മൾ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അല്ല അച്ഛാ. പിന്നെ എന്താ അച്ഛൻ മിണ്ടാത്ത? അവരോട് പറഞ്ഞാലേ അവര് ചെയ്യുള്ളൂ. അച്ഛനായി ഒന്ന് മാത്രമേ അറിയുള്ളൂ. അച്ഛാ ചായ എടുക്കാൻ കുറച്ച് മതി. അച്ഛൻ ചോറ് വെക്കാൻ കുറച്ച് മതി. അതൊക്കെ അച്ഛനും അറിയില്ല. അച്ഛന് വേറെ ഒന്നും പറയാൻ അറിയില്ല. അച്ഛൻ പറയാത്തോണ്ടാണ്. കാരണം വെച്ചാൽ അച്ഛന് പറയുമ്പോ ഇച്ചിരി ഒരു ഇതുള്ളത് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അച്ഛൻ കൂടുതൽ സംസാരിക്കാറ്. പിന്നെ വേറെ എന്താ, അപ്പോ ഒന്നുകൂടെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പിയോ. ചായ കുടിക്കൂ. ഷാപ്പിലക്കറിയാണോ? ഷാപ്പിലക്കറിയാണോ? നമുക്ക് ഇത്തിരി മതി. കൊളസ്ട്രോൾ കൂടുതലാണ്. ഇന്നത്തെ ചായ വേണ്ടി നമുക്ക് പുട്ടും ബീഫും ആണ് രാവിലെ.
ഇതെന്താ വലിയ കലത്തിലാണല്ലോ ചോറ് വെക്കുന്നത്? ഓണല്ലേ? സാധാരണ ഇച്ചിരി ഇല്ലാത്ത ചെമ്പിലാണ് വെക്കാറ്. അതെന്താ അറിയാ, ഓണത്തിന് എങ്ങനെയാണെങ്കിലും ഒരാൾക്ക് കൊടുക്കാനുള്ള ചോറെങ്കിലും നമുക്ക് കൂടുതലിടണം. നമ്മൾ ആളുണ്ടാവോ ഇല്ലയോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ പെട്ടെന്ന് ഒരാൾ ഓണത്തിന് കയറി വന്ന ചോറില്ലെന്ന് അറിയരുതല്ലോ. അതെന്താ വലിയ എമ്പിലിട്ട്. അപ്പൊ നമുക്കിനി ഇന്ന് തീർന്നിരുന്ന നാളെ തിളപ്പിക്കാം. അപ്പൊ എന്റെ വയറ് ചീത്താക്കോട്ടെ. ഓണത്തിന് സർക്കിട്ട് പോവാ, വേഗം വന്നോണോട്ടാ. ചോറ് കഴിക്കാനാകുമ്പോ ഇവിടെ എത്തിക്കോണം, എവിടെ പോയാലും വേണ്ടില്ല കേട്ടാ. ശരി, എപ്പോഴും ഞാൻ തന്നെ അല്ലേ അരിയണേ? ഇപ്പൊ തന്നെത്താനിരുന്ന് അരിയട്ടെ അവിടെ ഇരുന്ന്. ഇന്ന് ഞാൻ അരിയാ. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ കുറേ ദിവസം നോക്കണ്ടേ. ചിരിച്ചോ ചിരിച്ചോ. വണ്ടിയില്ല, അപ്പോഴേക്ക് കുറച്ച് തുടങ്ങി. ഇത് മതിയാ? ഇച്ചിരി കൂടെ കഴിക്കുക. വേറെ അവിടെ നിന്ന് കഴിച്ചിട്ട് വന്നെയാണ്? അമ്മയുടെ അടുത്ത് കഴിച്ചാ? ഇല്ല, എന്നാ ഇച്ചിരി കൂടെ കഴിക്കും. വീട്ടില പിന്നെ ഇവിടെ ഇട്ടട്ടാ ഇച്ചിരി കൂടെ. ഉരുളക്കിഴങ്ങല്ലേ? മതി മതി. അത് പപ്പടം വേറെ ഉണ്ടെന്നേ. ഇത് വേറെ പപ്പട. വെള്ളം തരാട്ടാ. കാപ്പി വേണം, അതിന് ഊണ് കഴിക്കാൻ പോകാം എല്ലാവരും.